ഹലോ, ഗുഡ് മോർണിംഗ്. ഞാനാണ് നിങ്ങളുടെ കുട്ടി ചോപ്ര. രാവിലെ എണീറ്റു, സമയം 7 മണിയായി. അപ്പോൾ അവിടെ ചെക്കിങ് തുടങ്ങാനുള്ള പരിപാടി തുടങ്ങട്ടെ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ടെൻ്റൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കണം. അപ്പോൾ ഓക്കെ, കാണാം. ഗുഡ് മോർണിംഗ്. അപ്പോൾ രാവിലെ എണീറ്റു. എന്താ ടെൻ്റ് എവിടെയെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ടെൻ്റൊക്കെ മടക്കി. പിന്നെ അതാ മൊബൈൽ ഫോണോടെ ചാർജ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏതോ ഒരു ബിൽഡിംഗ് കേട്ടോ, എന്തോ വർക്ക് നടക്കുന്ന ബിൽഡിംഗ് ആണ്. അപ്പോൾ ഇന്നലെ രാത്രി കണ്ടു കഴിഞ്ഞപ്പോൾ ലിങ്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ കയറിയതാണ്. ലിങ്കും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞ് കയറി ഇതാ മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്ത്. പിന്നെ ഇന്നലെ ഉറങ്ങിയോന്ന് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഒരു 5 മണി 6 മണി ആ സമയമൊക്കെ ആയപ്പോൾ നേരം കൊണ്ട് ഉറക്കം കിട്ടിയത്. പിന്നെ എണീറ്റും വർക്കൗട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ലിഗ്മെൻറ്റിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ കാരണം രാവിലെ തന്നെ വർക്കൗട്ടൊക്കെ ചെയ്യണം. അപ്പോൾ ഈ ബേഗും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ പവർ ബാങ്ക് ചാർജ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇറങ്ങണം. ഇവിടെ ഇറങ്ങിയിട്ട് അടുത്ത നടന്ന് പോകണം. ഹിമാചലൊക്കെ എത്തി. ശരിക്കും എന്താ പറയുക, സ്നോഫോളൊക്കെ ഒന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഹിമാചലൊക്കെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ജമ്മു ഒക്കെ പോകേണ്ടി വരും. അപ്പോൾ ഞാനല്ല, പ്ലാനിങ് ഒന്നുമില്ല. എന്താണോ എങ്ങനെയാണോ നടക്കുന്നത് അതുപോലെ പോവാം. പ്ലാനിങ് വെച്ചിട്ടല്ല പോകുന്നത്. പിന്നെന്താ, ഞാൻ വാരണാസിക്ക് പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ ഇന്നലെ കാലിൽ ഭയങ്കര പെയിനായിരുന്നു. ഇന്നിപ്പോൾ പെയിന് വലിയ കുഴപ്പമില്ലാത്തപ്പോൾ ഞാൻ വീണ്ടും അവിടെ ഹിമാചലും കഴിഞ്ഞ് ജമ്മുവിലേക്ക് പോകാനുള്ളൊരു പ്ലാനിങ് ആണ്. പക്ഷേ അത് ഓക്കെ ആയിരിക്കണം, ഓക്കെ ആവണം. ഓക്കെ, ഞാനിത് അവിടുന്ന് ചാർജിങ്ങൊക്കെ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. തൽക്കാലത്തിന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ചാർജിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു ദിവസത്തേക്കുള്ള എന്തായാലും ഉണ്ടാവും വിചാരിക്കുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഇവിടുന്ന് നേരെ മണ്ടിയിലേക്കാണ് പോകുന്നത്. ഇവിടുന്ന് മണ്ടിയിലേക്ക് എനിക്ക് തോന്നുന്നു ഒരു 40 കിലോമീറ്റർ 30 കിലോമീറ്റർ എന്തോ ഉണ്ട്. ലിഫ്റ്റ് കിട്ടും, നോക്കട്ടെ. എന്തായാലും മണ്ടി എത്തട്ടെ. ഉണ്ടല്ലോ അവിടുത്തെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു, ആ ബിൽഡിങ്ങിൻ്റെ ഓണർ. അപ്പോൾ എന്നിട്ട് എന്നോട് ചോദിച്ചു എന്താ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നല്ല രാത്രി ഇവിടെയാണ് കിടന്നത്. ഞാനിങ്ങനെ നടന്നുകൊണ്ട് ട്രാവൽ ചെയ്യുന്ന ആളാണ്. അപ്പോൾ രാത്രി ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഇവിടെ കിടന്നുറങ്ങി. അപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ല, കുഴപ്പമൊന്നുമില്ല. അപ്പം ഇനിയിപ്പോൾ എവിടേക്കാണ് പോകുന്നത് വെച്ചപ്പോൾ പറയാമെന്ന്, ഇങ്ങനെ പ്ലാനിങ് ഒന്നുമില്ല, പക്ഷെ ഇങ്ങനെ പോകുന്നു പറഞ്ഞു. വെച്ചാൽ നല്ല ആൾക്കാരാണ്. ചിലപ്പോൾ ചിലരൊക്കെ എന്തെങ്കിലുമൊക്കെ ചീത്തയൊക്കെ പറയും. ഇത് പിന്നെ ഇവിടെ അങ്ങനെയൊന്നും ചീത്ത പറയില്ല. കാരണം അവർക്ക് അറിയാം ട്രാവൽ ചെയ്ത് വരുന്നവരെങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ട്രാവൽ ചെയ്യുന്നവരെങ്ങനെയാണെന്നൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് അവർ ചീത്ത ഒന്നും പറയില്ല. പിന്നെ ചാർജ് ചെയ്യാനുള്ളതൊക്കെ കിട്ടി, ഭാഗ്യം. ഞാനിപ്പോൾ ഇതാ മണ്ടിയിലെത്തിയിട്ടുണ്ട്. എന്താ പറയുക, കുറച്ചൊക്കെ അതങ്ങനെ ചെക്ക് ചെയ്തു. അതേപോലെ തന്നെ പിന്നെ ബസ് കയറി ഇതാ മണ്ടിയിലെത്തി. ഇവിടുന്ന് ജമ്മുവിലേക്ക് വണ്ടിയുണ്ട്, അത് നോക്കണം. രാത്രി 8-8:30 ജമ്മുവിലേക്കുള്ള വണ്ടി. എന്നിപ്പോൾ അതുമാരോട് പോസ്റ്റ് അടിച്ച് നിൽക്കണം. അതാണ് ഒരു പരിപാടി. ബസ്സിലൊക്കെ ഓൺലൈനിൽ ടിക്കറ്റ് എടുത്തു. പിന്നെ ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. ഒരു ടിക്കറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഓൺലൈനിൽ. അപ്പോൾ ഞാനത് ചോദിച്ച് മേടിച്ച് ടിക്കറ്റൊക്കെ എടുത്തിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ പോകുന്ന വഴിക്ക് അവിടെ ഇവിടെ ആയിട്ട് 2-3 വട്ടം വണ്ടി നിർത്തുന്നുണ്ട്. ഫുഡ് കഴിക്കുന്നവർക്കൊക്കെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടോ അങ്ങനെ നിർത്തുന്നുണ്ട്. അങ്ങനെ ജമ്മുവിലെത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ എന്താ പറയുക, സിം എടുക്കണം, അവിടെ റേഞ്ച് ഇല്ല. One bar. Done. അപ്പോൾ അങ്ങനെ സിം എടുത്തിട്ടുണ്ട്. വലിയ അത്ര സിം ഇതിന് സിമ്മിന് മൊത്തം റീചാർജൊക്കെ അടക്കം 400 രൂപയാണ്. ഇതിന് മാസം നോർമലായിട്ട് റീചാർജ് ചെയ്യാം. അപ്പോൾ ഇവിടുത്തെ ഒരു സിം എടുത്തിട്ടുണ്ട് ജമ്മു. അറിയാത്തതുകൊണ്ടാണ്. ഇനിയിപ്പോൾ നമ്മുടെ സിം വർക്കാവുമോ ഇതൊന്നും എനിക്കറിയില്ല. എന്തായാലും ഒരു സിം എടുത്തു. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ തന്നെ 350 രൂപ റീചാർജ് വരുന്നുണ്ട് 1 മന്ത്. നാട്ടിൽ യൂസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തായാലും നമ്മളിവിടെ നിൽക്കുന്നതുകൊണ്ട് നമുക്ക് എന്തായാലും സിം വേണം. അപ്പോൾ അതുകൊണ്ട് ഒരു സിം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ അടുത്ത പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാർജിങ്ങിൻ്റെ ബാറ്ററി ഞാൻ സോളാറോ അല്ലെങ്കിൽ പവർ ബാങ്കോ എന്തെങ്കിലുമൊക്കെ ഒരെണ്ണം തപ്പിണ്ടാക്കണം. ഇനിയിപ്പോൾ അതാ പ്ലാന്. ഇവിടെ ഒരു ലോക്കൽ മാർക്കറ്റ് ഉണ്ട്, അവിടെ നിന്ന് പോയി നോക്കട്ടെ.
ഇപ്പൊ അതാണ് പ്ലാൻ. ഓക്കെ, ഇപ്പൊ ഞാൻ പോകുന്നത് ഗുമ്മട്ട് ചോക്കാണ്. ഈ കാണുന്നത് മൊത്തം ഗുമ്മട്ട് ചോക്കാട്ടോ. ആ ഒരു സൈഡിലേക്ക് മൊബൈൽ ഷോപ്പും പരിപാടികളൊക്കെയാണ്. ഈ ഒരു സൈഡിലേക്കാണ് ഇപ്പൊ ഈ മറ്റേ എന്താ പറഞ്ഞത്, മറ്റേ സോളാറിന്റെ പവർ ബാങ്കും കാര്യങ്ങളൊക്കെ. പിന്നെ മറ്റേ ഗവൺമെന്റ് ബസ് ഉണ്ട്, അതാകുമ്പോൾ വലിയ റേറ്റ് ഉണ്ടാവില്ല, അത് കയറി പോകണം. ഇവിടുന്ന് 260 കിലോമീറ്റർ ഉണ്ട്. പിന്നിപ്പോൾ എന്തായാലും ഞാനിവിടുന്ന് മറ്റേ സോളാറിൻ്റെതൊക്കെ ഒന്ന് തപ്പി കഴിഞ്ഞിട്ട് കാണാം. രാവിലെ കൈ കഴിഞ്ഞപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് രാവിലെ എന്താ കാട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൂരിയും മേടിച്ച് കഴിച്ച്, അതേപോലെ ഓംപ്ലേറ്റും മേടിച്ചു. ഇതിന് തന്നെ എത്ര 70 രൂപയായി. मैं बस मैं बोल रहा हूँ 400 रुपये दे, 400 मुश्किल है। कितना देगा? मैं बस देगा। कितना देगा? എന്താ പൊന്നു, ആൾക്കാരെ കൊല്ലും വണ്ടി കിട്ടാത്ത. വണ്ടിയിലെ ആൾക്കാരെ നമ്മളെന്താ പറയാ, കുത്തി പിടിച്ച് കയറ്റും. ഞാൻ ബസ് നോക്കട്ടെ പോയിട്ട്. 1000 രൂപ പറഞ്ഞ അവസാനം 400 രൂപയ്ക്ക്. ഇപ്പോൾ ഇവിടെ ഉള്ളത് ജമ്മുവിലാണ്. കുറേ നട്ട്സൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഇതാ നമ്മുടെ ചായലുണ്ട്. അതിനൊക്കെ റേറ്റ് ഞാൻ ചോദിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു വില ഉണ്ടാവുമെന്ന് തോന്നുന്നു. റേറ്റ് ഞാൻ ചോദിച്ചിട്ടില്ല. നല്ല അടിപൊളി ചായപ്പൊടികളുണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെ നല്ലത്. പക്ഷെ ഇവർക്ക് എങ്ങനെ അറിയില്ല. ഇതൊന്നും നല്ല സ്മെല്ലുണ്ടാവും തോന്നുന്നു. പറഞ്ഞ അവസാനം 400 രൂപ വരെ എത്തി ബസ്സിന്. 400 രൂപ കേട്ടോ, ബസ്സിനല്ല, സോറി, മറ്റേ ഷെയർ ടാക്സി. ഇനിയിപ്പോൾ അവിടെ പോയിട്ട് ബസ് നോക്കിയോട്ടെ. ഇപ്പോൾ ബസ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഷെയർ ടാക്സിയിൽ 400 രൂപ എടുത്തിട്ട് പോകും. വീണ്ടും അവരോട് പോയിട്ട് അടിയിലാക്കുന്ന പോലെ കാണിക്കും. കാണിച്ചിട്ട് 400 രൂപയിൽ ശരി ഓക്കെ പോകാമെന്ന് പറയണം. അതാണ് ഇനി എൻ്റെ ഐഡിയ. നടക്കും അറിയില്ല, എന്നാലും പോയി നോക്കട്ടെ. വ്ളോഗ് बनाए ഏതാ മൂഡ്? ജമ്മു 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 ഏതാ മൂഡ് വെച്ചപ്പോൾ ജമ്മു. ഇത് എന്താ പറയുക, വെറും 300 രൂപയുള്ള ശ്രീനഗറിലേക്ക് എന്നെ പറ്റിച്ചാണ് ആള്. ഇതാണ് ആളുടെ വിസിറ്റിംഗ് കാർഡ്. ഇനി ആരെങ്കിലൊക്കെ ഇവിടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ, ആരെങ്കിലൊക്കെ ജമ്മുവിലേക്കൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ജമ്മുവിൽ വന്നിട്ട് ഡയറക്റ്റ് ട്രാവൽ നോക്കിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വിസിറ്റിംഗ് കാർഡ് അല്ലെങ്കിൽ ഈ ഒരു ഷോപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് ആരും പോവരുത്. പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ നല്ല ചാമ്പിൽ ചാമ്പും. എനിക്ക് കിട്ടിയതാണ്. ഇനിയിപ്പോൾ എന്തായാലും നമ്മളെ പറ്റിച്ചു. ഞാൻ വിളിച്ച് നല്ല തെറിയൊക്കെ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു പറ്റിക്കൽ ഇനി ആർക്കും നടക്കരുത്. അപ്പോൾ സൂക്ഷിക്കുക. ഇതാണ് വിസിറ്റിംഗ് കാർഡ് അവരുടെ കേട്ടോ. EK നൂർസ് ഒരു ബിൽഡിങ്ങിൻ്റെ അകത്തായിട്ട് വരും ഈ ഷോപ്പ്. ഓക്കെ, ശ്രദ്ധിക്കണം എല്ലാവരും കേട്ടോ. എനിക്ക് പറ്റിയ മണ്ടത്തരം ആർക്കും പറ്റരുത്. ഇവിടുത്തെ തുരങ്കപാത എന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോമീറ്റർ കണക്കിനാണ് നീണ്ടു കിടക്കുന്നത്. പിന്നെ ഒരു പ്രത്യേക കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുക്കിന് എന്താ പറയുക, 200 മീറ്റർ ദൂരേക്ക് ഇങ്ങനെ തൊട്ടടുത്ത് മൊത്തം മറ്റു മിലിറ്ററിക്കാർ തോക്കും പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. കാണുമ്പോൾ തന്നെ പേടിയാവും. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം നല്ലതിനാണ്. ഇവിടെ വന്നിട്ട് ഇത്രയ്ക്കും ആൾക്കാരാണ് ഇങ്ങനെ പെട്ടെന്ന് ഇത്രയ്ക്കും ഇങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേകതരാണ്. അതൊത്തിരി ഉണ്ട്. കാണുന്നതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ മലകളല്ല കേട്ടോ. അതൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴത്തേക്ക് കുത്തനിറക്കാം. എന്താ പറയുക, ഒരു വലിയൊരു മല. ഒരു കരിക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കാല് തന്നെയാണ്. അല്ലെങ്കിൽ എന്താ പറയുക, എന്തെങ്കിലും ആക്സിഡൻ്റ് ആകും, എന്തെങ്കിലുമൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും കുടുങ്ങിപ്പോവും. അങ്ങനത്തെ ഒരു ഇതാ. നമുക്കിത് കാണുമ്പോൾ ചിലപ്പോൾ ഈ വീഡിയോയിൽ കാണുമ്പോൾ അത്രയ്ക്കും ഉണ്ടാവില്ല, പക്ഷെ നേരിട്ട് കാണുമ്പോൾ അത്രയ്ക്കും വലുതാണ്.
ഞാനിവിടെ കാശ്മീരിലെത്തി. എന്താ പറയുക, വൻ തിരക്ക്, ടൗണാണ്. ഞാൻ ആ ബസ്സിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റ പാട്. ഇപ്പോൾ ഞാൻ വിചാരിച്ച സ്റ്റോപ്പിൽ നിന്നും 3 സ്റ്റോപ്പ് ദൂരേക്കാണ് മാറി ഇറങ്ങിയത്. ഇനി ഇവിടെ എന്താ ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞോളാം. ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ഇവിടെ എവിടെയും റൂം എടുത്തിട്ട് സ്റ്റേ അടിക്കണം. അതാണ് ഈ പ്ലാന്. ഇത് കാശ്മീരിൽ എന്താ പറയുക, ശ്രീനഗറാണ്. എനിക്ക് തീരെ ടൗണിലേക്ക് കയറാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. പക്ഷെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ വന്ന് പെട്ടെന്ന് ടൗണിലായി പോയി. ഞാൻ ഇവിടുന്ന് എങ്ങനെയും എത്രയും പെട്ടെന്ന് എനിക്ക് ടൗണിൽ നിന്ന് ഇങ്ങനെ എന്താ പറയുക, ഞാൻ ഉള്ളിലേക്ക് പോകുന്ന പരിപാടിയാണ്. അയ്യോ സത്യം പറയാ, അയ്യോ ഇന്നിപ്പോൾ ഇന്ന് രാത്രി ഇന്ന് ഇവിടെ എവിടെയാണ് കിടന്നുറങ്ങുക അല്ലെങ്കിൽ എന്താണ് ചെയ്യുന്നതെന്ന് ഒരു ഐഡിയ ഇല്ല. ഇവിടെ ആണെന്നുണ്ടെങ്കിൽ മഴ ചാരി തുടങ്ങിയിട്ടുണ്ട്. എന്താ എന്താ കാണിക്കേണ്ടത് പോലെ ഐഡിയ ഇല്ല. എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കട്ടെ. എന്തെങ്കിലും വല്ല റൂം എന്തെങ്കിലും കിട്ടുമോ ചോദിച്ച് നോക്കി നോക്കണം, തപ്പണം. ഓ ഞാൻ നല്ല തണുപ്പൊക്കെ തുടങ്ങി. അടുത്ത മാസം മുതൽ ഇവിടെ മൈനസ് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നെ ഭയങ്കരമായിട്ട് പേടിപ്പിച്ച്. പിന്നെ എനിക്ക് തണുപ്പ് കുറച്ച് സീനാണ്, എന്നാലും കുഴപ്പമില്ല. ഞാനിവിടെ മറ്റേ ഗ്ലൗസൊക്കെ മേടിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടുന്ന് ലാൽ ചോക്കിക്ക് പോകാനുള്ള പരിപാടിയാണ്. ലാൽ ചോക്കിക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എന്തോ ധർമ്മശാലയിൽ എന്തോ ഫുഡ് അതേപോലെ റൂമൊക്കെ ഫ്രീ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. ലാൽ ചോക്കിലേക്ക് വണ്ടി ഇട്ട് നോക്കട്ടെ. ലാൽ ചോക്കിലേക്ക് ഇവിടുന്ന് 2 കിലോമീറ്റർ ഉണ്ട്. ഓട്ടോ നോക്കട്ടെ. 7 മണിക്ക് മുന്നേ അവിടെ എത്തില്ലെങ്കിൽ ഫുഡും കിട്ടില്ല, ഒന്നും കിട്ടില്ല. നോക്കാം. പുട്ടിങ് ഇൻ ദ വീഡിയോ മൈ യൂട്യൂബ് ചാനലൊക്കെ. ഓക്കെ താങ്ക് യു. ഓക്കെ.